ഹായ് ഓൾ, നമസ്കാരം. BTS എന്ന കൊറിയൻ ബാൻഡിന്റെ പാട്ട് കേൾക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. നമ്മളിൽ പലരും ആ ബാൻഡിന്റെ ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് കൊറിയൻ ഡ്രാമകളും കൊറിയൻ സിനിമകളും. നമ്മളെല്ലാവരും ഇതിൻ്റെ ആരാധകരാണ്. അതുകൊണ്ട് തന്നെ കൊറിയൻ കൾച്ചറിനെയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ രീതിയിലാണോ കൊറിയൻസ് ഇന്ത്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യുന്നത്? ഇത്തരമൊരു വീഡിയോ ആരുടെയും മനസ്സിൽ റേസിസമോ ഡിസ്ക്രിമിനേഷനോ വളർത്താൻ വേണ്ടിയുള്ളതല്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചില ന്യൂസുകളുടെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. കൊറിയയിലെ തന്നെ പ്രശസ്തമായ ഡൈഗു സിറ്റിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ്. അതുപോലെ തന്നെ ഇസ്ലാം, ഹിന്ദുസ് ആർ നോട്ട് അലൗഡ്. കൊറിയയുമായി ഇന്ത്യ നല്ലൊരു നയതന്ത്ര ബന്ധമാണെങ്കിലും ഇതാണ് യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. കൂടുതൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ നാഷണൽസ്, അതായത് കൊറിയയിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ താമസിക്കുന്നതോ ആയ ഫോറിൻ നാഷണൽസിൽ 10ൽ 7 പേരും ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇതിന് ഉദാഹരണങ്ങൾ നിരവധി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഫോറിൻ നാഷണൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണൽ കൊറിയയിലെ ഒരു തുണിക്കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വസ്ത്രം എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓണറോ തൊഴിലാളിയോ എത്തിയതിനു ശേഷം ആ വസ്ത്രങ്ങൾ തുടച്ചു വെക്കാറുണ്ട്. Have you ever faced any form or type of racism or discrimination while living in Korea? When we go for shopping, when we take look at the dresses and all, then they be like, they come very fast, like they'll be sitting and relaxing. They just come dash out and they're like, dusted. Okay, I'm not buying. അതുപോലെ തന്നെയാണ് പല റെസ്റ്റോറൻറ്റുകളിലും. ആഹാരം കഴിക്കാൻ ചെന്നാൽ പലപ്പോഴും അലൗ ചെയ്യാറില്ല. അതേപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർ വൃത്തിയാക്കി മാറ്റാറുണ്ട്. ഇതിനെ ഒരു ക്ലിയർ കട്ട് ഡിസ്ക്രിമിനേഷൻ എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ പറ്റുക? ഇത്തരം അവസ്ഥകൾ കൊറിയയിൽ മാത്രമാണോ സംഭവിക്കുന്നത്? ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നുണ്ടോ? നമുക്ക് ഇതിനെപ്പറ്റി വിശദമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം വാർത്തകളോട് കൊറിയൻസിനോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ദേ ഡോണ്ട് അലൗ മഡി പീപ്പിൾ. അതായത് ചെളിപുരണ്ട് നിൽക്കുന്ന ആൾക്കാരെ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. കൊറിയയിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ മറ്റെവിടെയെല്ലാം ഇന്ത്യൻ നാഷണൽസ് ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇത്തരം റേഷ്യൽ ഡിസ്ക്രിമിനേഷന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ഡിസ്ട്രിക്റ്റിലാണ് കിയ എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഒരു വലിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം കിയ എന്ന് പറയുന്നത് ഒരു കൊറിയൻ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നിരവധി കൊറിയയിലുള്ള നാഷണൽസും ഈ ബ്രാൻഡിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇവർക്ക് വേണ്ടിയിട്ട് ഏകദേശം 10 മുതൽ 20ഓളം റെസ്റ്റോറൻറ്റുകൾ ഈ പ്രദേശത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽസ് ഇത്തരം റെസ്റ്റോറൻറ്റുകളെ അലൗഡ് അല്ല എന്നുള്ളതാണ്. Okay, no. Can we have a cup of tea? No. Can we have some? Now business time. No possible. No. When is it possible? Now busy. When do we come? When do we come? What time do we come? Yes. Why? This is only for Koreans, huh? Only for Koreans. Why? Why that policy? No? Why that policy? Yeah, but you cannot discriminate like that, right? അതായത് അവർക്ക് അവിടെ പ്രവേശിക്കാനോ ആഹാരം കഴിക്കാനോ അനുമതിയില്ലെന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്നവർ ഇന്ത്യക്കാർ ഇല്ല എന്ന് വേണം പറയാൻ. കൂടുതലും ഇവിടെ നേപ്പാളികളാണ് ഉള്ളത്. इंडियंस यहाँ अलाउड नहीं है. एक मिनट आइए. प्रकाश आप कहाँ काम करते हैं? मैं इधर ही काम करता हूँ. आप इधर ही काम करते हैं? हाँ जी. अच्छा, तो आप तो इंडियन है? नहीं, नेपाल है. नेपाल से हैं? അതിന് ഒരു ഉദാഹരണത്തിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം. ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ രാജിൻ്റെ കഥയിലൂടെ. ഏകദേശം 9 വർഷത്തോളം കാലമായി കൊറിയയിൽ തന്നെ സ്ഥിര താമസമാണ് രാജ് എന്ന് പറയുന്ന യൂട്യൂബർ. കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ കൊറിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ എത്തിയതിനു ശേഷം അവർക്ക് ക്ലബിലോ പബ്ബിലോ പോകണം എന്ന ആഗ്രഹം വരുന്നു. തുടർന്ന് അവർ ക്ലബിലേക്ക് പോവുകയാണ്. രാജ് എന്ന് പറയുന്ന ആൾ കൊറിയയിൽ 9 വർഷമായി താമസിക്കുന്നുണ്ടെങ്കിലും ക്ലബ്ബുകളിലോ പബ്ബുകളിലോ പോയിട്ടുള്ള എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇവർ ക്ലബിലേക്ക് ചെല്ലുന്നതോടുകൂടി അവിടുത്തെ ഗാർഡുകൾ ഇവരെ തടയുകയാണ്. ഇവരുടെ നാഷണാലിറ്റി ചോദിക്കുകയാണ്. ഇന്ത്യൻ എന്ന് പറയുന്നതോടുകൂടി അവരെ ക്ലബിൽ കയറാൻ അനുവദിക്കുന്നില്ല. അവർ മറ്റൊരു ക്ലബിലേക്ക് പോകണം എന്നതായി ആവശ്യപ്പെടുന്നു.
Foreigners are not allowed. Foreigners don't allow. Wait. It's like cage. 구름은 입장했어요. 구름. 근데 This is rule. It's a racism. 야, 무슨 말인지 아는데 경찰을 부르셔도 되는데 입장은 안 돼요. അവിടെ വെച്ച് ഇത് കൃത്യമായ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് ഗാർഡുകളോട് പറഞ്ഞെങ്കിലും അവർ ഇവരെ കടത്തിവിടാനായി കൂട്ടാക്കുന്നില്ല. വീണ്ടും മറ്റൊരു ക്ലബിലേക്ക് ചെല്ലുന്നു. ആ ക്ലബിലെത്തിയപ്പോഴും അവിടുത്തെ കാഴ്ചകൾ മറ്റൊന്നുമായിരുന്നില്ല. അവിടെ കൃത്യമായി ബാനർ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി നാഷണൽസ് ആർ നോട്ട് അലൗഡ് എന്ന്. എന്തുകൊണ്ടായിരിക്കും ഏകദേശം 98.8% ലിറ്ററസി റേറ്റുള്ള ഒരു വികസിത രാജ്യമായ കൊറിയയിൽ ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൂടിക്കൂടി വരുന്നത്? ഇത് കൊറിയയിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻസ് എന്ന് പറയുന്നത് മഡ്ഡി പീപ്പിൾസ് ആണ്, അതായത് ചെളിപുരണ്ട ആൾക്കാരാണ്. ഈ ഒരു പ്രധാന പ്രശ്നമുണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ബ്യൂട്ടി കൺസെപ്റ്റാണ്. നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊറിയ അല്ലാതെയുള്ള ഫോറിൻ കൺട്രിയിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അവർ പ്രധാനം ശ്രദ്ധിക്കുന്നത് നമ്മുടെ സ്കില്ലുകളും നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസിനെ കുറിച്ചുമാണ്. പക്ഷേ നമ്മൾ ഏകദേശം കൊറിയയിലെ 60% കമ്പനികളും നോക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ലുക്സ് തന്നെയാണ്. അതായത് കൊറിയയിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ലുക്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇത്തരം ആൾക്കാർക്ക് പ്ലാസ്റ്റിക് സർജറി വരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ വിവാഹ ചടങ്ങുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാജുവേഷൻ പാസ്സാവുന്ന സമയത്തോ പലർക്കും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ പ്ലാസ്റ്റിക് സർജറികൾ പോലും ഇവിടെ ഗിഫ്റ്റായി കൊടുക്കുന്നത് ഒരു നിരന്തരം കാഴ്ച എന്ന് പറയാനായി സാധിക്കും. ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഏകദേശം 99% ലിറ്ററസി റേറ്റ് ഉണ്ടെങ്കിലും അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20% ആണ്. നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി ആൾക്കാർ കൊറിയയിലേക്ക് പോകുന്നുണ്ട്. അത് വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ പല രീതിയിലും ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന് എത്തുന്ന ആൾക്കാരായാലും അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് എത്തുന്ന ആൾക്കാരായാലും ചിലപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ കോളർ ജോബ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് കൊറിയൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ മീറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫാമിംഗ് ഇത്തരം സെക്ടറിലേക്ക് ആൾക്കാരെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉടമ്പടി തന്നെ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇത്തരം ചെറിയ ജോലി എടുക്കുന്ന ആൾക്കാരോട് കൊറിയൻസിന് നോർമലായി തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ സാധാരണ രീതിയിൽ തോന്നാറുണ്ട് എന്ന് തന്നെ പറയാനായി സാധിക്കും. ഈ ഒരു ഡിസ്ക്രിമിനേഷനെ പറ്റിയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ കൊറിയയിൽ താമസിക്കുന്ന പല ആൾക്കാരും ഇതിൻ്റെ ഒരു വിശദീകരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ നോക്കിയാലും അവർ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എത്തുന്ന ആൾക്കാരാണ് കൂടുതലായി അവിടുത്തെ ക്ലബ്ബുകളിലും പബ്ബുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പല ക്ലബ്ബുകളിലും ഇന്ത്യൻ നാഷണൽസിനെയും പാകിസ്ഥാൻ നാഷണൽസിനെയും അലോ ചെയ്യാത്തത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആയിക്കോട്ടെ പാകിസ്ഥാനീസ് ആയിക്കോട്ടെ ഒരു ടൂറിസ്റ്റ് വിസയിലാണ് അവിടേക്ക് എത്തുന്നത്. ഒരിക്കലും ചെല്ലുന്ന എല്ലാ ടൂറിസ്റ്റുകളും പ്രശ്നക്കാരാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തണം എന്ന് പറയുന്ന അഭിപ്രായം തീർച്ചയായും ശരിയല്ലാത്തത് തന്നെ എന്ന് പറയാം. പിന്നീട് വരുന്ന രണ്ടാമത്തെ വലിയൊരു കാര്യമാണ് കൊറിയയിലെ ഒരു പ്രശസ്ത യൂട്യൂബർ മുംബൈയിലെത്തിയപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള യുവാക്കൾ അവരെ ആക്രമിച്ചു എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ യുവാക്കൾ ആക്രമിക്കുമ്പോൾ ആ കൊറിയൻ യൂട്യൂബറെ രക്ഷിച്ചത് ഒരു ഇന്ത്യൻ നാഷണൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു യുവാക്കൾക്കെതിരായി മുംബൈ പോലീസാണ് കേസെടുക്കുകയും അവരെ തുറങ്കിലടയ്ക്കുകയും ചെയ്തത്. എന്നാൽ ഈ രാജ് എന്ന് പറയുന്ന യൂട്യൂബർ കൊറിയയിലെ ക്ലബിൽ തടയപ്പെട്ടപ്പോൾ ഒരു കൊറിയൻ പൗരൻ പോലും തിരിച്ചു പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ബ്യൂട്ടി എന്ന് പറയുന്നത് കൊറിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്കിൻ കളറിൻ്റെ അടിസ്ഥാനത്തിലായാലും സ്കിൻ ടോണിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നിലവിലുണ്ട് എന്ന് തന്നെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ഇത്രയും വികസിത രാജ്യമായ കൊറിയയ്ക്ക് ഇതുവരെ ആന്റി ഡിസ്ക്രിമിനേഷൻ ബില്ല് പോലും പാസ്സാക്കാൻ പറ്റാത്തത് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിരവധി അതിപുരാതനമായ സംസ്കാരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ടും അതുപോലെ തന്നെ നിരവധി റിലീജിയൻ്റെ ബർത്ത് പ്ലേസ് ആയ അതായത് ഹിന്ദുയിസം, ബുദ്ധിസം, സിക്കിസം, ജൈനിസം എന്നിവയുടെ ബർത്ത് പ്ലേസ് ആയ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ആരും അനുവദിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. അതായത് ഒരു ഫോറിനർ ഇന്ത്യയിൽ വന്ന് എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്ന് കരുതി അതിൻ്റെ പേരിൽ മറ്റുള്ള ഫോറിനേഴ്സിലും നമ്മൾ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതിഥി ദേവോ ഭവ എന്ന ആശയത്തിൽ ഊന്നിയതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയുള്ള ഒരു കൺട്രിയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെയാണ് ഇത്തരം കാലം ജീവിച്ചതും എന്ന് കൃത്യമായി തന്നെ പറയാനായി സാധിക്കും. പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ കാണാം. അതേവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.